ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ബഹറിന്റെ നാഷണൽ ഡേ ആണ്, 53ാമത്തെ. അപ്പൊ അങ്ങനെ നമ്മൾ നാഷണൽ ഡേ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാന്ന് കരുതി ഇറങ്ങിയതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം വന്ന അതേ ടീ ഷോപ്പിൽ തന്നെയാണ് ഇന്നും വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കൂടെ ഇന്ന് ഒരാളും കൂടെ ഉണ്ട്. ജീസൺ എന്നാണ് പേര്, നമ്മുടെ ഫ്രണ്ടാണ്. അപ്പോൾ ഇന്നത്തെ എക്സ്പ്ലോറിങ് നമ്മൾ 4 പേരും കൂടെ ചേർന്നിട്ടാണ്. ആദ്യം തന്നെ ഇവിടെ ഒരുപാട് പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. പിന്നെ പ്രോഗ്രാം മീൻസ് ഫയർ വർക്ക്സ്, പിന്നെ വഴിയരികിൽ തന്നെ ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റും, ലൈറ്റ് കാര്യങ്ങൾ. നമ്മളിങ്ങനെ യാത്ര തുടർന്നപ്പോഴാണ് മഴ പെയ്തത്. മഴ നമ്മളെ ചതിച്ചു. അങ്ങനെ എല്ലാവരും ഓടി ഒരു സ്ഥലത്ത് കയറി. നാഷണൽ ഡേ വ്ലോഗ് ചെയ്യാൻ വന്നതാണ്. അപ്പൊ അവസ്ഥ ഇതാണ്. തോർന്നതിന് ശേഷം പിന്നെ അങ്ങോട്ട് ഒരു സിഗ്നലിൽ കടക്കണം. അപ്പോൾ സിഗ്നലിൽ വലിയൊരു റോഡാണ്. അപ്പോൾ സിഗ്നലിൽ കിടക്കണം. അപ്പോൾ കുറച്ച് പേര് അവിടെ പെട്ടുപോയി. അവിടെ റോഡിൻ്റെ നടുക്കായിപ്പോയി. നമ്മളിവിടെ പെട്ടു ഗൈസ്. അവിടെ ഒരു അടിപൊളി ബൈക്ക് റാലി നടക്കുന്നുണ്ട്. സിഗ്നലിലായതുകൊണ്ടാണ് നമ്മളിങ്ങനെ റേസ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. എന്തായാലും അതൊരു കാഴ്ച, നല്ലൊരു അനുഭവമായിരുന്നു. എന്തായാലും ഈ മഴയത്തുള്ള ഒരു ഫസ്റ്റ് ടൈമാണ് മഴയത്ത് ഇങ്ങനെ ഒരു എക്സ്പ്ലോർ ചെയ്യുന്നത്. ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് ഈ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് രാകേഷിൻ്റെ അടുത്ത് ചോദിക്കാം. രാജേട്ടാ, നിങ്ങൾക്ക് ഈ മറ്റേ മഴയത്ത് നാഷണൽ ഡേ ആഘോഷത്തെ പറ്റി നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? മഴയത്ത് നാഷണൽ ഡേ പറ്റി എനിക്ക് പറയാനുള്ള അഭിപ്രായം എന്ന് പറഞ്ഞാൽ വൈബ്. ഇതുപോലൊരു ഒരു നാഷണൽ ഡേ എൻ്റെ വേറെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അടുത്ത ജീസണോടാണ് എന്താണ് അഭിപ്രായം ജീസ? എനിക്ക് വളരെ നല്ല അഭിപ്രായമാണ്. ഇതേപോലെ തലനാങ്ങിട്ട് ഈ കാണുന്ന നമ്മുടെ ഓഫീസുകളൊക്കെ നമ്മുടെ സ്വന്തമാണ്. കാണുന്ന ബിൽഡിംഗ് ഒക്കെ നമ്മുടേതാണ്. ഏത് അങ്ങനെയാണ് ഈ കാണുന്ന എൻ്റെ ബിൽഡിംഗ്. ഇതൊരു അടിപൊളി ബ്രിഡ്ജാണ്. അപ്പോൾ ഒരുപാട് പേര് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയൊരു ബ്രിഡ്ജ് പോലെ തോന്നി. എന്നുവെച്ചാൽ നല്ല വ്യൂവും നല്ല ഒരു ആംബിയൻസ് വരുന്നുണ്ട്. നമ്മൾ വീണ്ടും പെട്ട ഗൈസ്. വീണ്ടും മഴ പെയ്തു, നല്ല മഴയാണ്. അപ്പോൾ വേറെ വഴിയില്ല. കാരണം റോഡിൽ ഒരു കയറി നിൽക്കാൻ ഒരു സ്ഥലം പോലും ഇല്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ മഴയത്ത് നനഞ്ഞുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ അടുത്ത് കുറച്ചങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് സ്പോട്ടിലെത്താം. പിന്നെ മഴയത്തൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്, ഒരു പ്രത്യേക വൈബാണ്. അത് അനുഭവിച്ചാലേ മനസ്സിലാവും. നമ്മളിപ്പോൾ ഉള്ളത് മനാമയിലെ ഗോൾഡ് സിറ്റിയിലാണ്. അപ്പം ഇവിടെ ഒരുപാട് ഷോപ്പുകൾ കാണാൻ പറ്റും. നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് ജ്വല്ലറീസ് കാണാൻ പറ്റും. നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഷ്റൂമിൽ പോകണം എന്നുള്ള കാര്യത്തിനാണ് നമ്മളിവിടെ വന്നത്. ഓക്കെ, അപ്പോൾ അതെല്ലാം നടന്നു. അങ്ങനെ നമ്മൾ അടുത്ത ചായ കുടിക്കാനായിട്ട് അടുത്തൊരു റെസ്റ്റോറൻറ്റിൽ വന്നു. അപ്പോൾ അവിടെ ഒരുപാട് ഐറ്റംസ് കിട്ടും. പലഹാരങ്ങളാണെങ്കിലും പിന്നെ ഒരുപാട് ഗ്രില്ല്, ഷവർമയാണ് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ.
മനാമിൽ വരുന്നവർ ഈ ഒരു ഷോപ്പിൽ വിസിറ്റ് ചെയ്യുക. ആൽഫ് ബേക്ക് എന്നാണ് ഷോപ്പിൻ്റെ പേര്. ഗ്രില്ലുണ്ട്, അൽഫാം ഉണ്ട്, ടിക്ക, സ്പെഷ്യൽ ഷവർമ ഉണ്ട്, കുട്ടി ഷവർമ, ജ്യൂസ് ഐറ്റം, ബർഗർ, സാൻഡ്വിച്ച്. അങ്ങനെ നമ്മൾ ചായ ഒക്കെ കുടിച്ച് ഇനി അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾ ഫയർ വർക്ക്സ് കാണാൻ പോകണമെന്നുള്ളതാണ്. ഫയർ വർക്ക്സ് നടക്കുന്ന ഒരുപാട് ദൂരമാണ്, അപ്പോൾ അതുകൊണ്ട് അവിടെ പോകാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ആ ഒരു ആഗ്രഹം നമ്മൾ വേണ്ടാന്ന് വെച്ചു. നമ്മൾ അവിടുത്തെ ഒരു വിഷ്വൽസ് നമ്മുടെ ഒരു ഫ്രണ്ടിനെ കൊണ്ട് എടുപ്പിച്ചു. അപ്പം നമുക്ക് ആ വിഷ്വല് നമുക്ക് ഈ വീഡിയോയിൽ കാണാം. ലാസ്റ്റ് വിഷ്വൽ അതാണ്. എല്ലാവരും ആ ഒരു വിഷ്വൽ ഒന്ന് കാണണം. അപ്പോൾ ഓക്കെ, നമ്മൾ ഇവിടെ വാങ്ങാൻ സമയമായി. അപ്പോൾ അടുത്തൊരു നല്ലൊരു വ്ളോഗുമായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ വീഡിയോസ് കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം.